അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത് സത്യസന്ധമായിട്ടായിരിക്കണം. കളവ് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ പാടില്ല. വഹാബിസം എന്ന് പറയുന്ന ആ മതത്തെ ജനങ്ങളിലേക്ക് അത്ര കണ്ട് സ്വീകാര്യമാകാതെ വന്നപ്പോൾ വഹാബികൾ എടുത്ത ഒരു അടവാണ് കളവ് പറയുക എന്നത്. അങ്ങനെ കളവ് പറയുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഇവർ കളവ് മത്സരവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, അങ്ങനെ സംഘടിപ്പിച്ചുവെന്ന് വഹാബികൾ തന്നെ തുറന്നു എഴുതിയതാണ്. മാത്രമല്ല ആ മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ പങ്കുവെച്ചതുമാണ്. ഇപ്പോഴും ആ സ്വഭാവം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്കിവിടെ കാണിക്കുന്നു. അതിന്റെ അപ്പുറത്തൊന്നും നമുക്ക് ദീനല്ല. പക്ഷെ പല കാര്യങ്ങളും പല ആൾക്കാരും ദീനായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ നാട്ടിലുള്ള സമസ്ത എന്ന് പറയുന്ന ടീം. സുന്നികൾ എന്ന് വിളിക്കുമെങ്കിലും ആ പേര് അവർക്ക് യോജിച്ച പേരല്ല. അങ്ങനെ വിളിച്ചുകൂടാ, കാരണം പ്രവർത്തി മൊത്തം സുന്നത്തിനെതിരാണ്. ചിലർക്ക് സുന്നികൾ നമ്മളാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ മനഹജുസ് സലഫ് ഫോളോ ചെയ്യുന്നവർക്കാണ് സുന്നി എന്ന് പറയാം. ഇവിടെ അന്ധവിശ്വാസം കണ്ടപ്പം അത് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് തോന്നിയാണ്. ഇവിടെ 785 ഇവിടെ 786 കാണുന്നില്ല. ഇതെന്താ സംഗതി എന്നറിയോ? ഈ അന്ധവിശ്വാസികൾക്ക് ഒരു വിശ്വാസമുണ്ട്. 786 എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ ഷോർട്ട് ഫോം ആണെന്നുള്ളത്. അപ്പൊ അവിടെ എങ്ങനെ ഇപ്പൊ ചെരുപ്പ് കൊണ്ട് വെക്കാന്ന് തോന്നിയിട്ട് ആ 6 പറിച്ച് കളഞ്ഞതാണ്. ഇങ്ങനെയാണോ മതം പ്രചരിപ്പിക്കേണ്ടത്? ഇങ്ങനെയാണോ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത്? ഇതുകൊണ്ടാണ് വഹാബിസം എന്ന് പറഞ്ഞാൽ അത് കളവ് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതെന്ന് പലപ്പോഴും നമ്മുടെ പണ്ഡിതന്മാർ പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ നാം സൂക്ഷിക്കുക, നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി.